അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ 10 ഗോട്ട് സംശയമൊന്നുമില്ല. പക്ഷേ ലയൺ 19 ആണ്. ഇത്രയും നേരം മെസ്സി ആദ്യത്തെ ലോകകപ്പിൽ ഇറങ്ങിയത്. പാട്ടിന്റെ വരികൾ കേൾക്കുമ്പോ ഇവിടെ ഒരു മനുഷ്യർക്ക് ശ്വാസമുണ്ടോ എന്നറിയില്ലായിരുന്നു. അതിങ്ങനെ ഗോട്ടിന്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് ഗോട്ടിന്റെ കാര്യത്തിൽ നമുക്ക് തർക്കമില്ല. മൈനസ് അർജന്റീനയെ കുറിച്ച് മാത്രമേ പറയുന്നു. പക്ഷെ ഞങ്ങൾക്കുള്ള അർജന്റീനയാണല്ലോ കളിക്കുന്നത്, മെസ്സിയുള്ള അർജന്റീനയാണല്ലോ. ഓക്കെ, അപ്പോൾ നമുക്ക് കോഴിക്കോട്ടേക്ക് ഒന്ന് പോകണം. അവിടെ പുതിയ പാലത്ത് നിന്ന് ശരത്ത് നമുക്കിപ്പം തത്സമയം ചേരുന്നുണ്ട്. ഫുട്ബോളിന്റെ ആവേശമാണ്, ക്യാപിറ്റലാണ് കോഴിക്കോട് മലപ്പുറം. എന്താണ് അവസ്ഥ? ശരത്ത് കേൾക്കാമോ? ഒന്നും ചോദിക്കണ്ടല്ലോ അല്ലെ? അവിടുത്തെ ആവേശം എന്താണ്? മധു, തീർച്ചയായും നമുക്കറിയാം മത്സരം നടക്കുന്നത് ന്യൂജേഴ്സിയിലാണെങ്കിൽ അതിന്റെ ആവേശം അലയടിക്കുന്നത് തീർച്ചയായും മലബാറിലാണ്. കോഴിക്കോട് പുതിയ പാലത്തെ ബിഗ് സ്ക്രീനിന്റെ മുമ്പിലാണ് ഞാനുള്ളത്. ഇവിടെ ഒരു യഥാർത്ഥ സ്റ്റേഡിയത്തിൽ എങ്ങനെയാണോ ആരാധകർ ഫുട്ബോൾ കാണാനെത്തുന്നത് അതിന് സമാനമായ രീതിയിൽ മണിക്കൂറുകൾക്ക് മുമ്പേ ഗാലറിയിലും ഇവിടെയുള്ള ഇരിപ്പിടങ്ങളിലുമൊക്കെ തന്നെ ഇരിപ്പിടം ഉറപ്പിച്ചിരിക്കുകയാണ് ആരാധകർ. എന്തായാലും കൂടുതലും അർജന്റീനയുടെ ആരാധകരാണ്. നീലയും വെള്ളയും ജേഴ്സിയാണ് നമുക്ക് കൂടുതൽ കാണാൻ സാധിക്കുക. പക്ഷേ ഇവിടെ ഒരു തുരുത്തായി സ്പെയിനിന്റെ ആരാധകരുണ്ട്. വലിയ ആവേശം സ്പെയിൻകാരെ നമുക്ക് കാണാൻ സാധിക്കും. എന്തായാലും ആദ്യം സ്പെയിൻകാരുടെ കൂടി പ്രതികരണം തേടാം. ചെറിയ ടെൻഷൻ ഉണ്ടോ അല്ലെങ്കിൽ ഒരു കോൺഫിഡൻസ് ആണ്. കപ്പ് തൂക്കും തൂക്കും. 3-1 സ്പെയിൻ ജയിച്ചിരിക്കും. ടെൻഷനുണ്ടോ? അർജന്റീന പോലെ ഒരാൾ മാത്രമല്ല 10 കളിക്കാൻ സ്പെയിനിൽ. അരുൺകുമാർ, നമുക്കൊരു ബാനറൊക്കെ ഇതിനകം തന്നെ ഇവർ ഉയർത്തി വെച്ചിട്ടുണ്ട്. തൂക്കി മോനെ എന്നുള്ളതാണ് ഈ ബാനറിൽ എഴുതി വെച്ചിരിക്കുന്നത്. മത്സരം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ സ്പെയിൻ ആരാധകർ എന്തായാലും വിജയം ഉറപ്പിച്ചിരിക്കുന്നു. ഇപ്പുറം അർജന്റീനയുടെ കരുത്തന്മാരുണ്ട്. ഇത്തവണ സ്പെയിനാണ് എതിരാളി. എന്തായാലും ഇവിടെ അർജന്റീന ആരാധകർ 3-0 ജയിക്കുമെന്നൊക്കെ അവകാശവാദം ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും കോഴിക്കോടിനെ സംബന്ധിച്ചിടത്തോളം ഫുട്ബോൾ ആരാധകർ വലിയ ആവേശത്തിലാണ്. ഇത്തവണ അർജന്റീനയെ സംബന്ധിച്ചിടത്തോളം സ്പെയിനാണ്, യമാലൊക്കെയാണ് എതിരാളി. മെസ്സി എന്നൊക്കെ പറയുന്നത് വാമോസ് എന്ന കപ്പടിക്കും. ആര് കളിച്ചാലില്ലെങ്കിലും ലിയോ മെസ്സി ഒറ്റയ്ക്ക്. ഓക്കെ, അപ്പോൾ ശരത്ത് ആവേശം ഗംഭീരമാണ്. ഞാൻ അല്പസമയത്തിനുള്ളിൽ തിരിച്ചു വരാം. ഈ ആവേശം പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് മലയാളം ടെലിവിഷൻ ചാനലുകളിലെ ഏറ്റവും കൂടുതൽ റിപ്പോർട്ടർ സ്പോർട്സ് എഡിറ്റർമാരുള്ള സംഘമാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ നിരന്നു നിൽക്കുന്നത് മലയാളത്തിലെ ഏറ്റവും വലിയ സംഘമാണ്, സ്പോർട്സ് എഡിറ്റർമാരുടെ സംഘമാണ്. അവരാണ് കാര്യങ്ങൾ ഇപ്പോൾ വിലയിരുത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലായി